ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ഡിയോ വണ്ടി ജന സർവീസായിട്ട് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനർ ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡാണ്. എങ്കിൽ കൂടി അത് വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് തൽക്കാലം എന്തെങ്കിലും മേടിച്ചാണല്ലോ നമുക്കത് ക്ലീൻ ചെയ്തിടാം. കാരണം എന്താ വെച്ചാൽ ഇത് ബ്രേക്ക് ഒരു ചതഞ്ഞ ഫീലായിരിക്കും, ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടില്ല. കാരണം ഇവിടെ നിന്ന് ലൈനർ പിടിക്കണില്ല കണ്ടോ. അപ്പോൾ വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ചത് ഇവിടെ ആയാലും ചില ഭാഗങ്ങളൊന്നും പിടിക്കണില്ല ഹബിനകത്ത്. അപ്പോൾ വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ഉരച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തിടാം. എന്തെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചാണുള്ളൂ. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി മോശമായിട്ടാണ് കാണുന്നത്, അപ്പോൾ നമുക്ക് കൈയോടെ മാറ്റിയിടാം കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ പഴക്കമൊന്നുമല്ല, തുടച്ച് ക്ലീനാക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമുക്ക് ക്ലച്ച് അയച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നും ആയില്ല. അതായത് പുതിയ ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. അതിൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി യൂണിറ്റൊക്കെയാണ്, അതൊന്നും വലിയ പഴക്കമില്ല, വലിയ തേമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ തൽക്കാലം അതൊക്കെ അത് തന്നെ നല്ല വൃത്തിയൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് കയറ്റാം. പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണത്, ബാക്കിൽ വന്ന ക്ലച്ച് യൂണിറ്റ്. അത് വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് കാണാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ലൊരു വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗമൊക്കെ എന്തെങ്കിലും ടൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ച് ഗ്രീസിങ് ചെയ്യണം, ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം, റോളർ വെയിറ്റ് ചെക്ക് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കുന്നത്. അത് ഓൾറെഡി നമുക്ക് സർവീസിലുള്ളതാണ്. കൂട്ടത്തിക്കടെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്ത് പോകാം കേട്ടോ. പിന്നെ സ്റ്റാർട്ടിങ്ങിലിടയ്ക്ക് വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് ഓഫായി പോകണം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാകും. നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബറേറ്റർ യൂണിറ്റ് അയച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ചോക്കിൻ്റെ കേബിളൊക്കെ എല്ലാം ടൈറ്റ് കാണുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ലൂബ്രിക്കേഷൻ കൊടുത്ത് കയറ്റിയിട്ടേക്കാം. കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഫ്ലോട്ടിൻ്റെ വാൽവ് ചെറിയൊരു പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട്. ഫ്ലോട്ട് വാൽവ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഈ സ്ലോ ജെറ്റ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്ലോട്ട് വാൽവിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, അത് ശരിക്കും അലുമിനിയം ആണ്. ഇത് ശരിക്കും ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന യൂണിറ്റ് അതിൻ്റെ ബോഡി ശരിക്കും അലുമിനിയമാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ വന്നിട്ട് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ പിടുത്തം പോലെ വന്നാൽ അത് ജാമായ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിടാം. കാരണം എന്ന് വെച്ചാൽ ഇത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാർബറേറ്ററിനകത്തേക്ക് പെട്രോൾ ഇറങ്ങുന്നതിന് ഡയറക്റ്റ് സഹായിക്കുന്ന ഒരു സംഭവമാണ്. അത് ഫ്ലോട്ട് അതിൻ്റെ കറക്റ്റ് അളവായി കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് കയറി ലോക്കാവും. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ സൈഡിൽ കാർബറേറ്ററിൻ്റെ സൈഡിൽ പിടുത്തം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഫംഗ്ഷൻ കറക്റ്റായിട്ട് നടക്കുക. ഒന്നുപോലെ ഓവർഫ്ലോ പോവും, അതല്ലെങ്കിൽ പെട്രോൾ കൃത്യമായിട്ട് ഇറങ്ങാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ അതില്ലാതിരിക്കാനെ കൊണ്ട് നമുക്കതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ നിലവിൽ കാർബറേറ്റർ നല്ല ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കാര്യമായിട്ട് അഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഈ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തേക്കുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഭാഗം അതുകൊണ്ടാണ് അഴിച്ച് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ സ്ലോ ജെറ്റ് ആയാലും നമ്മൾ നോക്കുന്ന സമയത്ത് തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിൽ കൂടി ചെറിയൊരു ഹോളടവുണ്ട്. ഇത് ഇടയ്ക്ക് എപ്പോഴും ഒരു പ്രാവശ്യം മാറ്റിയിട്ടാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രോബ്ലമാണ് ശരിക്കും അത്. ഈ കാണുന്ന റിയാക്ഷൻസൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാർബറേറ്ററിൻ്റെ ആ പെട്രോൾ കിടക്കുന്ന ഭാഗമായാലും ശരിക്കും ഒരു ഫംഗസ് പിടിച്ചേക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തിടാം, വേറെ ഓപ്ഷനില്ല, നമുക്കത് അങ്ങനെ ചെയ്തിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. നമ്മൾ അതിൻ്റെ കിലോമീറ്ററൊക്കെ ബേസ് ചെക്ക് ചെയ്യണ 3200 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. അതിന് ശരിക്കും 3000 കിലോമീറ്ററാണ് ഓയിൽ ചേഞ്ചിൻ്റെ ഒരു പീരീഡ് പറയുന്നത്. അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ 200 കിലോമീറ്റർ കൂടുതൽ ഓടിയാണ്. പിന്നെ ഒരു പൊട്ടൽ സൗണ്ടൊക്കെ കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ എയർ ഫീഡിൻ്റെ വാൽവ് ഓപ്പണായി കിടക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിടാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലിങ്ക് സസ്പെൻഷൻ പറയാം. അത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. ഫ്രണ്ടിലെ കുഷ്യൻ അസംബ്ലിയുടെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ ടൈപ്പാണ്. അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കും എന്ന് പറയുക ഏതാണ്ട് ആ ഒരു മെറ്റീരിയലാണ്. പക്ഷേ അത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഓവലായൊരു കണ്ടീഷൻ ഉണ്ട്. അത് മാത്രമാണ് ഫ്രണ്ടിൽ നമുക്കൊരു പോരായ്മയായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതൊന്ന് കൂട്ടത്തിക്കൂടെ ചേഞ്ച് ചെയ്തിടാം. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാൻ. ആ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതൊക്കെയാണ് നിലവിൽ ഫ്രണ്ടിൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ ബ്രേക്കിൻ്റെ കേബിളുകളുടെ ഔട്ടറൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ട, തൽക്കാലം അതാണ് കയറ്റിയിടാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല നിലവിൽ. പിന്നെ ഫ്രണ്ട് മൺകാടൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡൊക്കെ. അതേപോലെ ഇവിടെ വന്ന സെൻറ്ററിൽ വന്ന കവറിൻ്റെ ടോപ്പ് സൈഡ് ചെറുതായിട്ട് ഒരു ചിന്നൽ വീണ പോലെ ഇരിക്കുന്നുണ്ട്. അത് നിലവിൽ ഫൈബറാണ്. പോകെ അത് കൂടുതലായി വരുള്ളൂ. തൽക്കാലം വേറെ ഒന്നും ചെയ്യണമെന്നില്ല, അതങ്ങനെ നിൽക്കട്ടെ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോൾട്ട് കാണിക്കുന്നത് 12.80 ആ റേഞ്ചിലാണ് വോൾട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി വോൾട്ട് പ്രകാരം നോക്കുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. ടെസ്റ്റിൽ വിടുമ്പോഴും ഓക്കെ ആയിട്ടാണ് കാണിച്ചാൽ കേട്ടോ. കാരണം കംപ്ലയിൻ്റ് ഒക്കെ ആണെങ്കിൽ റെഡാണ് വരാം, ലോ ആണെങ്കിൽ നമുക്ക് യെല്ലോ ആണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനായിട്ടുള്ള ലൈറ്റിങ് കാണിക്കുക. ഇതിപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൻ്റെ ഭാഗത്തും അത്ര പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്. ടയറിൻ്റെ ഒരു കണ്ടീഷൻ
നമ്മൾ നോക്കുമ്പോൾ അറിയാം ടയർ തേയ്മാനമൊക്കെ ഒരു ചെറിയ ഒരു വെട്ടിത്തേയുന്നൊരു ഫീലിലുള്ള ഒരു തേയ്മാനാണ് ഇതുമ്പോൾ കാണുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ അത് ടയറിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടും വരാം. സാധാരണ ഈ മോഡൽ ടയർ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അത് ബാക്കിൽ നമ്മൾ ഉപയോഗിച്ചാണ് ടയർ ശരിക്കും അതിനേക്കാളും ബെറ്റർ നമുക്ക് ഇപ്പോൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കണം ആ ഡിസൈനാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം ഇതൊക്കെ ഒരുപാട് കൂടുതൽ ഗ്രിപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് മാക്സിമം അത് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ്. അതിന് പുറമെ നമുക്ക് അഡീഷണലായിട്ട് വന്നേക്കുന്നത് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു വർക്കാണ്. ബാക്കിയത്തെ എല്ലാ വർക്കും തന്നെ നമുക്ക് ജനറൽ സർവീസിൽ പെടുന്നതാണ്. അപ്പോൾ അതതിനകത്ത് ഉൾക്കൊള്ളിച്ച് തന്നെ ചെയ്യാം. പിന്നെ അഡീഷണൽ നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ ഗിയർ ഓയിലും എഞ്ചിൻ ഓയിൽ ചെക്കപ്പാട് പറഞ്ഞിരുന്നത് എഞ്ചിൻ ഓയിൽ നമുക്ക് 3200 കിലോമീറ്ററോളം ഓടിയേക്കണതുകൊണ്ട് എഞ്ചിൻ ഓയിൽ മാറേണ്ടതായിട്ടുണ്ട്. ബാക്കിൽ ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറൊന്നുമല്ല, എങ്കിൽ കൂടി നമ്മൾ തൽക്കാലം അത് തന്നെ ക്ലീൻ ചെയ്ത് കയറ്റി ഇടണം. കാരണം വലിയ പഴക്കമായിട്ടില്ല, ലൈനർ ഉപയോഗിക്കാനുണ്ട്. ഇനി മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ ലൈനർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ ഹബിനൊക്കെ കംപ്ലൈൻറ്റ് വന്നു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും അതിൻ്റെ ഒരു ഡീറ്റെയിൽസും നോക്കിയിട്ട് എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ പൊല്യൂഷൻ ടെസ്റ്റ് ഒന്നും നടത്തില്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല വണ്ടിക്ക്. ഇപ്പോൾ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ അതും കൂടി നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതും കൂടി കൂട്ടത്തിലെടുത്ത് വിടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.